വിശദമായ വാർത്തയിലേക്ക് തന്നെയാണ്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സംയുക്ത ആക്രമണത്തിന് പിന്നാലെ ഇറാൻ തിരിച്ചടി തുടങ്ങി. ഇസ്രയേലിലെ വിവിധ നഗരങ്ങളിൽ മിസൈലുകൾ പതിച്ചതായും അപായ സൈറണുകൾ മുഴങ്ങുന്നതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മുൻകാലങ്ങളിലെ പോലെ കൂട്ടത്തോടെയുള്ള മിസൈൽ ആക്രമണമാണ് ഇറാൻ നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ബഹ്റൈനിലെയും കുവൈറ്റിലെയും US സൈനിക താവളത്തിന് നേരെയും ഇറാന്റെ ആക്രമണം, അബുദാബിയിലും സ്ഫോടനം. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ലോറൻസ് ചേരുന്നുണ്ട്. ലോറൻസ്, എന്തായാലും ഇറാൻ ആക്രമണം തുടരുകയാണ്. ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നടക്കം ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? കാർത്തിക, ഇപ്പോൾ നമുക്ക് യുദ്ധം തുടങ്ങി ഏതാണ്ട് ഒരു 4 അല്ലെങ്കിൽ ഈ അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെയുള്ള ആക്രമണം തുടങ്ങി വെച്ചതാണ്ട് ഒരു 12 മണിയോട് കൂടിയാണ്. അതിൻ്റെ അടിസ്ഥാനം ഈ 12 മണിക്ക് ശേഷം ഏതാണ്ട് ഇപ്പോൾ 4 മണിക്കൂർ പിന്നിട്ടിട്ടുണ്ട് ആക്രമണം തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ പ്രത്യാക്രമണം ഒരു 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഇറാൻ പ്രത്യാക്രമണം തുടങ്ങിയത്. ഇപ്പോൾ പൊതുവെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ആക്രമണത്തിലും പ്രത്യാക്രമണത്തിലുമായിട്ട് കാഷ്വാലിറ്റി, അതായത് മരണസംഖ്യ എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നില്ല. കാരണം പശ്ചിമേഷ്യയിൽ ആകെ തന്നെ ആക്രമണവും പ്രത്യാക്രമണവും വ്യാപിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ 8 മരണമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഇറാനിൽ വലിയ തോതിലുള്ള ഒരു ആക്രമണം നടന്നിരിക്കുന്നത് ഒരു സ്കൂൾ കേന്ദ്രീകരിച്ച് നടന്ന ഒരു ആക്രമണമാണ്. ഇവിടെ 5 വിദ്യാർത്ഥികൾ മരിച്ചു എന്നാണ് ഇപ്പോൾ അൽ ജസീറ പോലെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇറാനെ അനുകൂലിക്കുന്ന ഇറാഖിലെ ഒരു സായുധ ഗ്രൂപ്പുണ്ട്. അവർക്ക് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. ആരാണ് ആക്രമണം നടത്തിയതെന്ന് പറയുന്നില്ല. പക്ഷേ അവിടെ 2 സായുധ പോരാളികൾ കൊല്ലപ്പെട്ടതായിട്ടാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള വിവരം. അതോടൊപ്പം തന്നെ ഇറാൻ്റെ മിസൈൽ ആക്രമണത്തിൽ അബുദാബിയിൽ ഒരാൾ മരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ 4 മണിക്കൂർ പിന്നിട്ടുള്ള ഈ ആക്രമണ പ്രത്യാക്രമണങ്ങളിൽ ഇതുവരെ 8 പേർ മരിച്ചിട്ടുണ്ട്. ഏതാനും പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പങ്കുവയ്ക്കാനുള്ള വിവരം. അതോടൊപ്പം തന്നെ ഈ ആക്രമണം ഇപ്പോഴും തുടരുകയാണ്. ഇറാനിലെ വിവിധ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ഇറാൻ്റെ ആക്രമണം തുടരുന്നുണ്ട്. അതിൽ ഏറ്റവും അവസാനം ഉണ്ടായ ആക്രമണങ്ങളിലാണ് സ്കൂൾ കേന്ദ്രീകരിച്ച് നടന്ന ആക്രമണത്തിൽ 5 കുട്ടികൾ കൊല്ലപ്പെട്ടിട്ടുള്ളത്. മറ്റൊരു കാര്യം നമുക്ക് പറയാനുള്ളത് മറ്റ് പ്രധാനപ്പെട്ട ഒരു വിവരം നമുക്ക് പറയാനുള്ളത്, ഇറാന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയതോടെ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായ ആക്രമണം തുടങ്ങിയതോടെ അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളായ ഗൾഫ് മേഖലയിലുള്ള ഏതാണ്ട് എല്ലാ രാജ്യങ്ങളിലേക്കും ഇറാൻ ആക്രമണം തുടങ്ങിയിരിക്കുന്നു. മിസൈൽ ആക്രമണവും അതുപോലെ തന്നെ ഡ്രോൺ ആക്രമണവും ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതാണ്ട് സൗദി അറേബ്യ, അതുപോലെ ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ ഉൾപ്പെടെയുള്ള ഏതാണ്ട് 5ഓളം UAE, ഇങ്ങനെ 5-6ഓളം സഖ്യരാജ്യങ്ങളിലെ അമേരിക്കയ്ക്ക് വലിയ ശക്തമായ സൈനിക സാന്നിധ്യമുള്ള ഗൾഫ് രാജ്യങ്ങളാണ് ഇവയെല്ലാം തന്നെ. അമേരിക്കയുടെ ഏറ്റവും വലിയ അമേരിക്കയ്ക്ക് പുറത്ത്, അല്ലെങ്കിൽ പശ്ചിമേഷ്യ, അല്ലെങ്കിൽ പസഫിക് മേഖല, അറ്റ്ലാന്റിക് മേഖലയ്ക്കൊക്കെ പുറത്ത് അമേരിക്കയ്ക്ക് അമേരിക്കയുടെ ഏറ്റവും വലിയ നാവിക താവളമാണ് ബഹ്റൈനിലേത്. ഈ ബഹ്റൈനിലെ ഈ നാവിക താവളത്തിൽ ഇറാനിൻ്റെ ഒരു ബാലിസ്റ്റിക് മിസൈൽ പതിച്ചിട്ടുണ്ട്. ഈ ബാലിസ്റ്റിക് മിസൈൽ പതിച്ചതോടുകൂടി വലിയ തോതിലുള്ള ഒരു നാശനഷ്ടം അവിടെ ഉണ്ടായിട്ടുണ്ട്. വലിയ തോതിലുള്ള തീഗോളങ്ങളും അതുപോലെ പുകയും ഉയർന്നതായിട്ട് നമ്മൾ കാണാൻ കഴിയും. നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ അതാണ്. ഇവിടെ എന്ത് നാശനഷ്ടമാണ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ അമേരിക്കയുടെ സഖ്യകക്ഷികളെല്ലാം തന്നെ ഇറാൻ ലക്ഷ്യമിട്ടിരിക്കുന്നു. അമേരിക്കയുടെ ഈ രാജ്യങ്ങളിലെല്ലാം തന്നെയുള്ള തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇറാൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ യുദ്ധത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ലോകം ആശങ്കയിലാണ്. ക്രൂഡ് ഓയിൽ വില ഏതായാലും ഉടൻ തന്നെ കുതിച്ചു കയറാൻ സാധ്യതയുണ്ട്. മറ്റൊരു വിവരം, യുദ്ധത്തിൻ്റെ ആശങ്കയെ തുടർന്ന് വിവിധ രാജ്യങ്ങളെല്ലാം തന്നെ വ്യോമപാത അടച്ചിരിക്കുന്നു. ഗൾഫ് ഏതാണ്ട് എല്ലാം തന്നെ വ്യോമപാത അടച്ചിട്ടുണ്ട്. കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ വ്യോമപാത, UAE എല്ലാം തന്നെ വ്യോമപാത അടച്ചിരിക്കുന്നു. അപ്പോൾ തന്നെ യാത്രകളെല്ലാം തന്നെ പ്രതിസന്ധിയിലായിരിക്കുന്നു. എയർ ഇന്ത്യയും ഇൻഡിഗോയും പശ്ചിമേഷ്യയിലേക്കുള്ള എല്ലാ വിമാനങ്ങളും റദ്ദാക്കിയിരിക്കുന്നു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം. കാർത്തിക, അതുപോലെ തന്നെ ലോറൻസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഇസ്രായേൽ ഇറാനിലെ ഒരു സ്കൂളിന് നേരെ ഒരു ആക്രമണം നടത്തുന്നു. 5 വിദ്യാർത്ഥികൾ മരിക്കുന്ന സാഹചര്യം, അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാഷ്വാലിറ്റി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഈ നിമിഷം അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ടോ? ഇറാൻ വാർത്താ ഏജൻസിയായ ഇറിനെ പുറത്തുവിട്ടുള്ള വിവരമാണ് ഇപ്പോൾ ഈ 5 സ്കൂൾ കുട്ടികൾ മരിച്ചു എന്നുള്ളത്. കാരണം സാധാരണ ഇങ്ങനെയുള്ള ആക്രമണങ്ങളിലൊന്നും തന്നെ സ്കൂളുകൾ, ആശുപത്രികൾ, ഇത്തരം കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ സാധാരണ നടത്താറില്ല. അതൊക്കെ തന്നെ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. അതായത് ഇസ്രായേലും അമേരിക്കയും ആ നിയമം ലംഘിച്ചിരിക്കുന്നു എന്നുള്ള സൂചനയാണ് ഇറാൻ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് 5 സ്കൂൾ വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടു എന്നും സ്കൂളിന് നേരെയാണ് ആക്രമണം നടന്നതെന്നാണ് ഇറാനിൻ്റെ ഔദ്യോഗിക വാർത്താ മാധ്യമമായി ഇർന ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഇറാനിലേക്ക്
ഇസ്രായേലും സഖ്യകക്ഷിയായ അമേരിക്കയും ആക്രമണം തുടരുന്നുണ്ട്. അവർ യുദ്ധക്കപ്പലുകളിൽ നിന്നും അതുപോലെ തന്നെ ജോർദാനിലും അതുപോലെ ഇസ്രായേലിൽ നിന്നുള്ള വ്യോമതാവളങ്ങളിൽ നിന്നെല്ലാം തന്നെ ആക്രമണം നടത്തുന്നുണ്ട്. കുവൈറ്റിന് നേരെ ഇറാൻ നടത്തിയ ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒരു വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഒരു 3 മിസൈലുകൾ കുവൈറ്റിന് നേരെ വന്ന 3 മിസൈലുകൾ തകർത്തതായിട്ട് ഈ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഇറാനിലേക്ക് ഇപ്പോഴും ആക്രമണം തുടരുകയാണ്. പലയിടങ്ങളിലും സ്ഫോടന ശബ്ദം കേൾക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ അൽ ജസീറ പോലെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇറാൻ ഇസ്രായേലിലേക്കും പ്രത്യാക്രമണം നടത്തുന്നുണ്ട്, മിസൈൽ ആക്രമണം നടത്തുന്നുണ്ട്. ഇസ്രായേലിലെ ഒരു ബഹുനില കെട്ടിടത്തിൽ ഇറാൻ്റെ മിസൈൽ പതിച്ചിട്ടുണ്ട്. അവിടെ ഒരാൾക്ക് പരിക്കേറ്റതായിട്ടുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. കാർത്തിക, ഈ ആക്രമണത്തിന്റെ ഒരു ആദ്യഘട്ടങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ജനീവയിൽ ചർച്ചകൾ നടക്കവേ ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് ഇസ്രയേലും US സംയുക്തമായി കടക്കുമ്പോൾ ഒരു സമാധാന ചർച്ചയ്ക്ക് US ആഗ്രഹിച്ചിരുന്നില്ല എന്ന് നമുക്ക് കരുതാൻ സാധിക്കുമോ ലോറൻസ്? തീർച്ചയായിട്ടും അമേരിക്കയും ട്രംപും ഒരു തീരുമാനമെടുത്തിരുന്നു. അമേരിക്കയിൽ തന്നെ ഈ ഇറാനെ ആക്രമിക്കുന്ന കാര്യത്തിൽ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും പലതരത്തിലുള്ള എതിർപ്പുകളും അമേരിക്കയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് പല മാധ്യമങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമേരിക്കൻ സേനയുടെ സംയുക്ത സൈനിക മേധാവി ഡാൻ കെയ്ൻ തന്നെ അമേരിക്കൻ പ്രസിഡന്റിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാനെതിരെയുള്ള ആക്രമണം അത്ര എളുപ്പമുള്ള കാര്യമല്ല, അത് വളരെ ദുഷ്കരമാണ്. അത് യുദ്ധം തുടങ്ങി വെച്ചാൽ അത്ര എളുപ്പമല്ല, ഊരിക്കൊണ്ട് പോരാൻ അതായത് യുദ്ധം തുടങ്ങി വെച്ചാൽ അതിൽ നിന്ന് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും. കാരണം ഇറാൻ്റെ ആയുധശേഷിയെ നമുക്ക് ഇതുവരെ വ്യക്തതയില്ല, അതുപോലെ തന്നെ ആക്രമണശേഷി നമുക്ക് വ്യക്തതയില്ല. കാരണം ഇറാനുമായിട്ടുള്ള ഒരു സംഘർഷത്തിൽ അങ്ങനെ മറ്റു രാജ്യങ്ങൾ ഏർപ്പെട്ടിട്ടില്ല. എത്രത്തോളം ആയുധങ്ങൾ അവർക്ക് ഉണ്ടെന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. അതോടൊപ്പം തന്നെ ഇറാനിൽ നിന്ന് ഏതാണ്ട് 7000 കിലോമീറ്റർ അകലെയുള്ള അമേരിക്കയിൽ നിന്ന് വൻതോതിലുള്ള ആയുധ സന്നാഹങ്ങൾ ഇവിടെ എത്തിക്കുക ബുദ്ധിമുട്ടാണ്. അമേരിക്കൻ സൈനിക ശേഷിയുടെ ഏതാണ്ട് 30-32% ഇപ്പോൾ പശ്ചിമേഷ്യയിൽ വിന്യസിച്ച് കഴിഞ്ഞിരിക്കുന്നു. ബാക്കിയാണ് ഇപ്പോൾ അമേരിക്കയിലുള്ളത്. അപ്പോൾ വലിയ തോതിലുള്ള ഒരു സൈനിക സന്നാഹം കൊണ്ട് മാത്രമേ ഇറാനെ നമുക്ക് ആക്രമിക്കാൻ കഴിയും. ആക്രമണം ഒരു 2 ആഴ്ച നീണ്ടു കഴിക്കാൻ തന്നെ ആയുധ ദൗർലഭ്യം നേരിടും. കാരണം ഹമാസിനെതിരെയും അതുപോലെ തന്നെ ഹിസ്ബുള്ളക്കെതിരെയും ഇറാനെതിരെയും ഒക്കെ വൻതോതിലുള്ള മാസങ്ങളോളം നീണ്ട ആക്രമണം നടത്തി ഇസ്രായേൽ തന്നെ ആയുധശേഷിയിൽ തന്നെ വളരെ പിന്നാക്കം പോയിരിക്കുന്നു. അതോടൊപ്പം തന്നെ അമേരിക്കയ്ക്കും യുക്രൈനെയൊക്കെ സഹായിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആയുധശേഷിയിൽ വലിയ രീതിയിലുള്ള ദൗർലഭ്യം അനുഭവപ്പെടുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അമേരിക്കൻ സൈന്യത്തിൻ്റെ സംയുക്ത സേനാ മേധാവി ഡാൻ കെയ്ൻ ഡൊണാൾഡ് ട്രംപിന് ഒരു മുന്നറിയിപ്പ് നൽകി. അത്ര എളുപ്പമല്ല ഇറാനെ ആക്രമിക്കുക എന്നുള്ളതും, അതുപോലെ ആക്രമിച്ചാൽ തന്നെ ഈ യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കാനും കഴിയില്ല. ഇറാൻ്റെ ആയുധശേഷിയെക്കുറിച്ച് നമുക്ക് വ്യക്തതയൊന്നുമില്ല. അത് എത്ര നാൾ മുമ്പോട്ട് പോകും, എത്ര നാൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല, എത്ര നാൾ യുദ്ധം മുമ്പോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. അതുകൊണ്ട് തന്നെ കഴിയുന്നതും ഈ വിഷയം ചർച്ചയിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു ഉപദേശമൊക്കെ ഇവരൊക്കെ നൽകിയിരുന്നെങ്കിൽ പോലും റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ചില സെനറ്റർമാർ പരസ്യമായ ട്രംപിൻ്റെ അടുപ്പക്കാരായ ചില സെനറ്റർമാർ അദ്ദേഹവുമായിട്ട് സംസാരിച്ച് അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുത്തിരുന്നു. ഈ ഒരു യുദ്ധം അനിവാര്യമായ ഒരു യുദ്ധമാണ്. കാരണം ഇറാനെ ഈ തവണ ആക്രമിച്ച് ഇറാൻ്റെ സൈനിക ശേഷിയെ ഇല്ലാതാക്കണം. ഇല്ലെങ്കിൽ അത് അമേരിക്കയ്ക്കും ലോകത്തിനും തന്നെ ഇറാൻ വലിയൊരു ഭീഷണിയായിട്ട് വളർന്നതാണ്. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതിൻ്റെ വക്കിലാണ് എന്നുള്ള ഒരു വിവരമാണ് ഈ ഡൊണാൾഡ് ട്രംപിന് റിപ്പബ്ലിക്കൻ സെനറ്റർമാരും അതോടൊപ്പം തന്നെ പല വിവരങ്ങളും പല സോഴ്സുകളിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ട്, അതുകൊണ്ട് തന്നെ ഇറാനെ ആക്രമിക്കാൻ അമേരിക്കയും ഇസ്രായേലും ഒരു പദ്ധതി തയ്യാറാക്കി, അല്ലെങ്കിൽ അമേരിക്ക ഇസ്രായേലും ഇറാനെ ആക്രമിക്കാൻ തീരുമാനിച്ചു എന്നുള്ള കാര്യം തർക്കമൊന്നുമില്ല. 2 ആഴ്ച 3 ആഴ്ച സമയം അതിന് അമേരിക്ക ആണവായുധം നിർമ്മിക്കില്ല എന്നുള്ള ഉറപ്പ് നൽകുക മാത്രമല്ല, സമ്പുഷ്ട യുറേനിയം ഇറാൻ്റെ കയ്യിൽ സമ്പുഷ്ടീകൃത യുറേനിയം ആണവായുധം നിർമ്മിക്കാനുള്ള സമ്പുഷ്ടീകൃത യുറേനിയം ഇറാൻ്റെ കൈവശമുണ്ട്. അത് കുറച്ചുകൂടി ഒരു സമ്പുഷ്ടീകരണത്തിലേക്ക് എത്തിയാൽ ആ ഒരു തോതിലേക്ക് എത്താനുള്ള വക്കിലാണ്. അല്ലെങ്കിൽ ആ സമ്പുഷ്ട യുറേനിയം ആണവായുധം നിർമ്മിക്കാനുള്ള യുറേനിയം സമ്പുഷ്ടീകരിക്കാൻ 100% ആ ഒരു ശേഷിയിലേക്ക് ഇറാൻ അടുക്കുന്നു. അങ്ങനെ വന്നാൽ ഇറാൻ ഒരു ആണവായുധം നിർമ്മിക്കുകയും അത് ലോകരാജ്യങ്ങൾക്ക് തന്നെ ഭീഷണിയാവും. പിന്നെ ഇറാനെ പിടിച്ചാൽ കിട്ടുകയില്ലെന്നുള്ള ഒരു വിവരമാണ് ഒരു ഇൻ്റലിജൻസ് വിവരങ്ങളൊക്കെ തന്നെ ട്രംപിൻ്റെ കൈവശമുണ്ട്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇറാനെ പിടിക്കുക എന്നുള്ള ഒരു തന്ത്രമാണ് ഇസ്രായേലും അമേരിക്കയും ഡൊണാൾഡ് ട്രംപും തയ്യാറാക്കിയത്. കാരണം ഇസ്രായേലിനും ആ ഭീഷണിയാണ്, അതോടൊപ്പം തന്നെ അറബ് രാജ്യങ്ങൾക്ക് ഇറാൻ ഭീഷണിയാണ്, ലോകത്തിന് തന്നെ ഭീഷണിയാണെന്നുള്ള ഒരു തീരുമാനത്തിൽ ഇവർ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ
ചർച്ചകൾ ഒരു വഴിക്ക് നടക്കട്ടെ. സൈനിക സന്നാഹം ഇപ്പോൾ ഈ മറുഭാഗത്തും നടന്നു. അതോടൊപ്പം തന്നെ അമേരിക്കയുടെ വൻതോതിലുള്ള സൈനിക സന്നാഹം അറേബ്യൻ കടലിൽ വിന്യസിക്കും. ഇറാനെ പല തോതിൽ പല മേഖലയിൽ നിന്നായി വളഞ്ഞ് പല ദിശകളിൽ നിന്ന് വളഞ്ഞുള്ള ഒരു സൈനിക സന്നാഹം അവിടെ എത്തിക്കും. അതിൻ്റെ തുടർച്ചയായിട്ടാണ് 3ാം റൗണ്ട് ചർച്ചയിൽ 4ാമതൊരു സാങ്കേതിക ചർച്ചയ്ക്ക് അവസരമുണ്ടാവുകയും അതാവാമെന്ന് പറയുകയും അമേരിക്കയുടെയും ഒമാൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ നടന്ന ഒമാൻ്റെ മധ്യസ്ഥയിൽ നടന്ന ഈ ചർച്ചയിൽ 4ാമതൊരു റൗണ്ട് ചർച്ചയ്ക്ക് അവസരം തുറന്നിടുകയും ആ ചർച്ച അമേരിക്കയ്ക്ക് വലിയ പ്രതീക്ഷയില്ല, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് അതിൽ തൃപ്തിയില്ല എന്നുള്ള ഒരു പ്രതികരണം ഇന്നലെ രാത്രി ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുകയും, പക്ഷേ ഇറാനെ അങ്ങനെ വെറുതെ വിടില്ല എന്നുള്ളൊരു നിലപാട് ട്രംപ് ഇന്നലെ പറയുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ഇന്ന് ആക്രമണം ഉണ്ടാവും എന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ അപ്രതീക്ഷിതമായി ഇന്നൊരു ഇന്ത്യൻ സമയം ഒരു 12 മണിയോടുകൂടി ആക്രമണം ആരംഭിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. കാർത്തിക, അതുതന്നെയാണ് എന്തായാലും ഇറാന്റെ ഭാഗത്തു നിന്നും ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും തിരിച്ചടിയും ആക്രമണവും പ്രത്യാക്രമണവും ഒക്കെ നടക്കുക തന്നെയാണ് ചെയ്യുന്നത്. ദോഹയിലടക്കം വീണ്ടും ശക്തമായ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് വിദേശ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും രാജ്യത്തിന് നേരെയുണ്ടായ ആക്രമണത്തിലെ എല്ലാ മിസൈലുകളും വെടിവെച്ചിട്ടതായി ഖത്തർ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു വീണ്ടും ഒരു ആക്രമണം ദോഹയ്ക്ക് മേൽ ഉണ്ടാകുന്നു എന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുള്ളത്. ഇറാനിലെ ഈ നിലവിലുള്ള സംഘർഷാവസ്ഥ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. തെക്കൻ ഇറാനിലെ ഹോർമോസ്ഗാൻ പ്രവിശ്യയിലുള്ള മിനാബ് നഗരത്തിലെ പെൺകുട്ടികളുടെ പ്രൈമറി സ്കൂളിന് നേരെയാണ് ഇസ്രയേൽ ഏറ്റവും ഒടുവിൽ ആക്രമണം നടത്തുന്നത്. എന്നാലും ഈ ഒരു ആക്രമണത്തിൽ 5 വിദ്യാർത്ഥികളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. കൂടാതെ തന്നെ സംഘർഷ സാധ്യത നിലനിൽക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ അപകടങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ നാശനഷ്ടങ്ങളൊക്കെ പുറത്തേക്ക് എത്രത്തോളം റിപ്പോർട്ട് ചെയ്യുന്നു എന്ന കാര്യങ്ങളിൽ ഈ മണിക്കൂറുകളിലാണ് കൂടുതൽ വിവരങ്ങൾ എന്തായാലും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇറാനിൽ ഈ ഒരു സ്കൂൾ കെട്ടിടത്തിന് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 5 കുട്ടികൾ കൊല്ലപ്പെട്ടു എന്ന തരത്തിലുള്ള ഒരു വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും ജോർദാന് മുകളിലൂടെ വന്ന 2 ബാലിസ്റ്റിക് മിസൈലുകൾ വെടിവെച്ചിട്ടതായി ജോർദാൻ സൈന്യവും അറിയിക്കുന്നുണ്ട് ഈ ഒരു നിമിഷത്തിൽ തന്നെ. എന്നാൽ ഈ മിസൈലുകൾ വിക്ഷേപിച്ചത് ആരാണ് എന്ന കാര്യങ്ങളിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ജോർദാന് മുകളിലൂടെ വന്ന 2 മിസൈലുകൾ വെടിവെച്ചിട്ടതായാണ് സൈന്യമടക്കം വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം നിലവിലുള്ളത്. എന്നാലും യുദ്ധസമാന സാഹചര്യത്തിൽ വിമാന സർവീസുകളെ കൂടി അത് ബാധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഇന്ത്യയിൽ നിന്ന് ഗൾഫിലേക്കുള്ള നിരവധി വിമാന സർവീസുകളാണ് ഇപ്പോൾ റദ്ദാക്കിയിട്ടുള്ളത് എന്നൊരു വിവരമാണ് ലഭിക്കുന്നത്. നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദാക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും 2:35 കൊച്ചിയിൽ നിന്ന് പുറപ്പെടേണ്ട ഷാർജ എയർ ഇന്ത്യ വിമാനം റദ്ദാക്കി എന്നൊരു വിവരം ലഭിക്കുന്നു. പുലർച്ചെ 2:38 മസ്കറ്റിലേക്ക് പോയ ഒമാൻ എയർവേസ് വിമാനം തിരിച്ചു വിളിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു. വൈകിട്ട് 5:20 ജിദ്ദയിലേക്ക് പുറപ്പെടേണ്ട ആകാശ എയർ വിമാനം റദ്ദാക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഇൻഡിഗോയുടെയും ഗൾഫ് വിമാന സർവീസുകൾ നിർത്തിവെക്കുകയാണെന്ന് ഇൻഡിഗോയും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ലോകരാജ്യങ്ങളടക്കം താളം തെറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. വിമാന സർവീസുകളടക്കം ഈ ഒരു യുദ്ധ സാഹചര്യത്തിൽ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമാണ് എന്തായാലും ഉള്ളത്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് പുറപ്പെടേണ്ട വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദാക്കി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2:35 കൊച്ചിയിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന ഷാർജ എയർ ഇന്ത്യ വിമാനം റദ്ദാക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ പുലർച്ചെ 2:38 മസ്കറ്റിലേക്ക് പോയ ഒമാൻ എയർവേസ് വിമാനം തിരിച്ചു വിളിച്ചിരിക്കുകയാണ് കമ്പനി. കൂടാതെ തന്നെ വൈകിട്ട് 5:20 ജിദ്ദയിലേക്ക് പുറപ്പെടേണ്ട ആകാശ എയർ വിമാനവും റദ്ദാക്കിയിട്ടുണ്ട്. എന്തായാലും യാത്രയ്ക്കായി ഒരുങ്ങുന്ന ആളുകൾ ഇതുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണുള്ളത്. വിവിധ വിമാന സർവീസുകൾ പശ്ചിമേഷ്യയിലേക്കുള്ള വിവിധ വിമാന സർവീസുകൾ റദ്ദാക്കുന്ന സാഹചര്യമാണുള്ളത്. അതുമായി ബന്ധപ്പെട്ട പ്രസ്താവനയടക്കം എല്ലാ വിമാന കമ്പനികളും പുറത്തേക്ക് നൽകുന്നുണ്ട്. എയർ ഇന്ത്യ, ഇൻഡിഗോ അടക്കമുള്ള വിമാന സർവീസുകളാണ് ഇപ്പോൾ എന്തായാലും റദ്ദാക്കിയിട്ടുള്ളത്. കൂടാതെ തന്നെ വൈകിട്ട് 6:20 പുറപ്പെടേണ്ട ഇൻഡിഗോ കൊച്ചി ദുബായ് വിമാനം റദ്ദാക്കിയിട്ടുണ്ട്. രാത്രി 9:50 റാസൽ ഖൈമയിലേക്കുള്ള ഇൻഡിഗോ വിമാനവും റദ്ദാക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. രാത്രി 10:50 പുറപ്പെടേണ്ട ഇൻഡിഗോ കൊച്ചി അബുദാബി വിമാനവും റദ്ദാക്കിയിരിക്കുകയാണ്. എന്തായാലും നെടുമ്പാശ്ശേരിയിൽ നിന്ന് പുറപ്പെടേണ്ട ഒട്ടുമിക്ക വിമാന സർവീസുകളും നിർത്തിവെച്ചിരിക്കുന്നു അല്ലെങ്കിൽ റദ്ദാക്കി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും
ഗൾഫ് രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു എയർ ഇന്ത്യ അല്ലെങ്കിൽ ഈ ഒരു വിമാന സർവീസുകൾ ഉപയോഗപ്പെടുത്താൻ ഉണ്ടായിരുന്ന യാത്രക്കാരൊക്കെ ഇത് ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. നിരവധി വിമാന സർവീസുകൾ ഈ ഒരു സാഹചര്യത്തിൽ, യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ റദ്ദാക്കിയിട്ടുണ്ട്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് പുറപ്പെടേണ്ട വിവിധ സർവീസുകളാണ് എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഗൾഫ് മേഖലയിലേക്കുള്ള നിരവധി വിമാന സർവീസുകളാണ് റദ്ദാക്കിയിട്ടുള്ളത്. ഒരിക്കൽ കൂടി പറയുകയാണ്, 2:35 കൊച്ചിയിൽ നിന്ന് പുറപ്പെടേണ്ട ഷാർജ എയർ ഇന്ത്യ വിമാനം റദ്ദാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വൈകിട്ട് 5:20 ജിദ്ദയിലേക്ക് പുറപ്പെടേണ്ട ആകാശ എയർ വിമാനവും റദ്ദാക്കിയ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കൂടാതെ തന്നെ ഇൻഡിഗോയുടെയും ഗൾഫ് വിമാന സർവീസുകൾ നിർത്തിവെക്കുകയാണെന്ന് ഇൻഡിഗോ കൂടി അറിയിക്കുന്നുണ്ട്. വൈകിട്ട് 6:20 പുറപ്പെടേണ്ട ഇൻഡിഗോയുടെ തന്നെ കൊച്ചി ദുബായ് വിമാനം റദ്ദാക്കിയിട്ടുണ്ട്. രാത്രി 9:50 റാസൽ ഖൈമയിലേക്കുള്ള ഇൻഡിഗോ വിമാനവും റദ്ദാക്കിയിട്ടുണ്ട്. രാത്രി 10:50 പുറപ്പെടേണ്ട ഇൻഡിഗോ കൊച്ചി അബുദാബി വിമാന സർവീസ് കൂടി റദ്ദാക്കുകയാണ്. കൂടാതെ തന്നെ തിരുവനന്തപുരം അബുദാബി എയർ അറേബ്യ വിമാനം തിരുവനന്തപുരത്ത് തിരിച്ചിറക്കിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് അബുദാബിയിലേക്ക് പുറപ്പെട്ട എയർ അറേബ്യ വിമാനമാണ് ഈ ഒരു സാഹചര്യത്തിൽ തിരിച്ചിറക്കിയിട്ടുള്ളത്. അതിനാൽ തന്നെ ഒരുവിധ എല്ലാ സർവീസുകളും, ഒട്ടുമിക്ക സർവീസുകളും റദ്ദാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ നെടുമ്പാശ്ശേരിയിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെടേണ്ട വിവിധ വിമാന സർവീസുകൾ റദ്ദാക്കുന്ന സാഹചര്യമാണുള്ളത്. എന്തായാലും എയർ ഇന്ത്യയും അതുപോലെ തന്നെ ഇൻഡിഗോയും അവരുടെ വിമാന സർവീസുകൾ നിർത്തിവെച്ചതായാണ് അറിയിക്കുന്നത്. നേരത്തെ എയർ ഇന്ത്യ അറിയിച്ചിരുന്നു യാത്രക്കാരുടെ സുരക്ഷയും ജീവനക്കാരുടെ സുരക്ഷയും പരിഗണിച്ച് ഈ ഒരു സാഹചര്യത്തിൽ സർവീസുകൾ നിർത്തിവെക്കുകയാണ് എന്ന് എയർ ഇന്ത്യ അറിയിച്ചിരുന്നു. കൂടാതെ തന്നെ ഈ ഒരു മണിക്കൂറുകളിലായി കാര്യങ്ങൾ വിലയിരുത്തി വരികയാണ്. അതിനുശേഷം ആവശ്യമായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തുമെന്നും കൂടി എയർ ഇന്ത്യ അറിയിച്ചിരുന്നു. കൂടാതെ തന്നെ യാത്രക്കാർക്ക് ആവശ്യമായ കാര്യങ്ങളിൽ ബന്ധപ്പെടാം എന്നൊരു കാര്യം കൂടി എയർ ഇന്ത്യ അറിയിച്ചിരുന്നു. എന്നാലും യാത്രയ്ക്ക് ഒരുങ്ങുന്നവർ വിമാന സർവീസുകൾ അല്ലെങ്കിൽ വിമാന കമ്പനികളുമായി ബന്ധപ്പെടുക. ഏതെല്ലാം വിമാനങ്ങളാണ് റദ്ദാക്കിയത് എന്നൊരു കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ അന്വേഷിച്ചറിഞ്ഞതിന് ശേഷം മാത്രം യാത്ര തിരിക്കാനുള്ള ആ ഒരു സാഹചര്യത്തിലേക്ക് കടക്കുക. എന്തായാലും നിരവധി വിമാന സർവീസുകളാണ് നെടുമ്പാശ്ശേരിയിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെടേണ്ട നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടാതെ തന്നെ എയർ ഇന്ത്യയുടെയും അതുപോലെ തന്നെ ഇൻഡിഗോയുടെയും സർവീസുകൾ അടക്കം നിർത്തിവെച്ചൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട അബുദാബി എയർ അറേബ്യ വിമാനം അടക്കം തിരിച്ചിറക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ഗൾഫ് രാജ്യങ്ങളിലടക്കം ആക്രമണം രൂക്ഷമാകുന്ന ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് വിമാന കമ്പനികളടക്കം എത്തുന്നത്. എന്തായാലും നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള നിരവധി വിമാന സർവീസുകളാണ് റദ്ദാക്കിയിട്ടുള്ളത്. എന്തായാലും ആക്രമണം മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഒട്ടേറെ കാര്യങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ബാഗ്ദാദിന് തെക്കുള്ള ജുർഫ് അൽ സഖറിൽ നടന്ന വ്യോമാക്രമണത്തിൽ 2 ഇറാഖി ഹാഷിദ് അൽഷാബി പോരാളികൾ കൊല്ലപ്പെടുകയും 3 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഹാഷിദ് അൽഷാബി എന്നറിയപ്പെടുന്ന PMF പ്രധാനമായും ഇറാൻ അനുകൂലികളുമായ വിവിധ ഷിയ അർദ്ധ സൈനിക വിഭാഗങ്ങളുടെ കൂട്ടായ്മയാണ് ഇത്തരത്തിൽ ഒരു ആക്രമണത്തിൽ എന്തായാലും അവരുടെ 3 പേർ അല്ലെങ്കിൽ ഈ ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ടു എന്നൊരു വിവരമാണ് ലഭിക്കുന്നത്. 2 പേർ കൊല്ലപ്പെടുകയും 3 പേർക്ക് ഗുരുതരമായി തന്നെ പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ ഇറാൻ ഗൾഫ് മേഖലകളിലടക്കം നടത്തിയ ആക്രമണത്തിൽ തങ്ങളുടെ രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റം സുരക്ഷാ ലംഘനമാണ് എന്നൊരു പ്രസ്താവനയാണ് ബഹ്റിനിൽ നിന്ന് ഉണ്ടാകുന്നത്. രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളെയും അതുപോലെ തന്നെ സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായതെന്ന് ബഹ്റൈൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് ബഹ്റൈന്റെ സുരക്ഷയ്ക്കും അതുപോലെ തന്നെ പൗരന്മാരുടെയും താമസക്കാരുടെയും സുരക്ഷിതത്തിന് നേരിട്ടുള്ള ഭീഷണിയാണെന്നും ഇത് വഞ്ചനാപരമായ ഒരു ആക്രമണമാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ബഹ്റൈനിൽ നിന്നും ലഭിക്കുന്നുണ്ട്. കൂടാതെ തന്നെ UAE ലക്ഷ്യമാക്കി ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ എത്തിയതായും റിപ്പോർട്ടുകൾ കഴിഞ്ഞ മണിക്കൂറുകളിലടക്കം പുറത്തു വരുന്നതാണ്. എന്തായാലും കെട്ടിടങ്ങൾക്കടക്കം നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് എത്രത്തോളം ആഘാതമായ രീതിയിലാണ് ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കുക തന്നെയാണ്. എന്തായാലും കടുത്തൊരു ആക്രമണത്തിലേക്ക് തന്നെയാണ് ഇറാനും അതുപോലെ തന്നെ ഇസ്രയേൽ സേനയും കടക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും.